അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് മല്ലിയില, കറിവേപ്പില, ഒരു 10-15 പച്ചമുളക്, പിന്നെ ഇതാ മസാല ഐറ്റംസ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ മസാല ഐറ്റംസ് എല്ലാം ഒന്ന് ഇട്ടു. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്നായി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ ഒരു 10-15 നിങ്ങളുടെ എരിവനുസരിച്ച് വേണം കേട്ടോ. അപ്പോൾ അത്രയും പച്ചമുളക് കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചു. ഇപ്പോൾ ഇതെല്ലാം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു എന്താ അങ്ങനെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആക്കിയത് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, അമ്മയാണ് കുക്കിങ് മെയിനായിട്ട് ഇരിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഹെൽപ്പേ ഉള്ളൂ. അങ്ങനെ താണ്ട് ആ ഒരു പേസ്റ്റ് ആക്കി വെച്ചു. പിന്നെ നമ്മളിത് ആ ഒരു 2 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ്, അങ്ങനെ ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇടണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് മല്ലിപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഇതാ ഒരു ചേച്ചിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ നെയ്യ്. ഞങ്ങൾ നേരത്തെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്യ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടാണ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടു. പിന്നെ ഇതാണ്ട് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഒരു വിസിൽ കേൾപ്പിക്കുക കുക്കറിൽ. എന്നിട്ട് ആ ഒരു വിസിൽ കേൾക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ എയർ കളയണം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം ഈ ബിരിയാണിയുടെ. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, മുളകും ഇഞ്ചിയൊക്കെയുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് നന്നായിട്ട് അതൊന്ന് മൊത്തത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് ആദ്യമേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ കുറച്ചിടാറുണ്ട് കേട്ടോ, അമ്മയ്ക്ക് മുളക് പൊടി ഇട്ടില്ല എന്തോ പോലെയാണ്, അപ്പോൾ നമ്മളതിടും. പിന്നെ ഇതാ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെയും ആ ഒരു റൈസിൻ്റെയൊക്കെ ആ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് കേട്ടോ ആക്കാൻ. അപ്പം കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ നിൽക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമണം നന്നായിട്ട് മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അതിപ്പം നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ കണക്ക് വെച്ചിട്ടാട്ടോ ഉള്ളി എടുത്തേക്കുന്നത്. അപ്പോൾ സവോള നന്നായിട്ട് അരിഞ്ഞത് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വഴഞ്ഞിട്ട് വരണ്ട, എന്നാലും ജസ്റ്റ് നന്നായിട്ടൊന്ന് ആയതിനു ശേഷം നമ്മളിതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഒരു മാഗി ക്യൂബില്ലേ ചിക്കൻ്റെ, അപ്പോൾ അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതാ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു വലുത്, അല്ലെങ്കിൽ ഒരു 1-1.25 തക്കാളി ചെറുതായിട്ടായിരുന്നു ഇത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചു. ഇനി നമ്മൾ നേരത്തെ തുറന്ന് വെച്ച ചിക്കനില്ലേ, അപ്പോൾ ആ ചിക്കനും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കുറച്ച് നമ്മൾ ആ വെള്ളം ഇപ്പോഴേ ഒഴിക്കരുത്. അപ്പോൾ കുറച്ച് ആ ചിക്കനെല്ലാം നന്നായിട്ട് ഊറ്റിയെടുത്ത് ആ ചിക്കൻ പീസ് മാത്രമായിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു സ്റ്റൂവില്ലേ, ആ ഒരു വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ വെച്ചേക്കുന്നുണ്ട്, അത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സായി നല്ലൊരു ഇതാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഗ്രേവി നന്നായിട്ടൊന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം. സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസിന് വേണ്ട ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കറുത്ത മുന്തിരിയൊക്കെ നല്ല നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റിയല്ല, മൂപ്പിച്ചെടുക്കില്ലേ, അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കറുത്ത മുന്തിരിയാണ് യൂസ് ചെയ്തത്, ഏത് മുന്തിരിയായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നീട് നമ്മളിതാ കുറച്ച് നീളത്തിന് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യമേ ഒഴിച്ച നെയ്യിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതും മാറ്റി വെച്ചു. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, തക്കോലം, പിന്നെ കുരുമുളക്, അങ്ങനെയുള്ള ഐറ്റംസും കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ട് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ യൂസ് ചെയ്തത് ജീരകശാല റൈസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കഴുകി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് അരി ഇട്ട് കൊടുത്തു. അങ്ങനെ അരി ഇത്തിരി ഒന്ന് തിളച്ച് നല്ല ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചോറ് തമ്മിൽ ഒട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഊറ്റി നല്ലതായിട്ട് സെറ്റായി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ സെയിം പാത്രത്തിലേക്ക് ഈ പാത്രം ഒന്ന് ചൂടാക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പാത്രം ഒന്ന് ചൂടാക്കുന്നുണ്ട്.
അങ്ങനെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം, ആ ഒരു പരിപാടിയുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ലെയറിലേക്ക് നമ്മൾ പാത്രം ഒന്ന് ചൂടായി വന്നിട്ട് നെയ്യ് ഒഴിച്ചായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മളിതാ കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബേസ് നമ്മൾ ചോറാണ് കേട്ടോ വെച്ചത്. ചിലർ ഗ്രേവി വെക്കാറുണ്ട്, നമ്മൾ ചോറാണ് വെക്കാറ്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി വഴറ്റിയത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മളിതാ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ആ ഒരു വേവിച്ച വെള്ളമില്ലേ, അത് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനൊക്കെ ആ ഗ്രേവിയൂടെ കുറച്ച് എല്ലാ സൈഡിലും പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത ലെയറായിട്ട് ചോറ് ഇടും. എന്നിട്ട് വീണ്ടും ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് പൈനാപ്പിൾ എസൻസും ഒഴിച്ചിട്ടുണ്ട്. ഒരു ലെയറിൽ പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ അടുത്ത ലെയറിൽ ഞാൻ ബിരിയാണിയുടെ എസൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒഴിക്കുന്നുണ്ട്. പിന്നെ ഓരോ ലെയറിലും നമ്മൾ കുറേച്ചതാ ആ ഒരു നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റൂ ഉണ്ടല്ലോ, അതും ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ ഈ ഒരു ഐഡിയ പറഞ്ഞത്. ചേച്ചി ബിരിയാണി ഉണ്ടാക്കുന്നത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ എത്ര നോക്കിയാലും ആ ഒരു ടേസ്റ്റ് വരുന്നില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഈ റെസിപ്പികളൊക്കെ പുള്ളിക്കാരി പറഞ്ഞു തന്നെ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഒരു 2-3 ലെയറായിട്ട് ചോറും ചിക്കനും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സൺഡേ കുക്ക് ചെയ്താണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പം നമ്മളിപ്പോൾ ഒരു 3 ലെയറായിട്ടാണെന്ന് തോന്നുന്നു ആക്കിയത്. അപ്പോൾ എല്ലാ ലെയറിലും നമ്മൾ ഇതേ കണക്ക് സൂപ്പൊക്കെ ഒഴിച്ച് ചിക്കനൊക്കെ വെച്ച് മല്ലിയിലയും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പൈനാപ്പിൾ എസൻസൊക്കെ ഒഴിക്കാൻ മറക്കല്ലേ. ഇനി എല്ലാം നമ്മൾ കയ്യിൽ ലാസ്റ്റ് ഏറ്റവും ടോപ്പിൽ നന്നായിട്ട് കുറച്ച് അധികം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട്, ഇത് ചേച്ചി പറ്റുന്ന ഐഡിയ ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയതിന് ശേഷം നമ്മൾ എന്താക്കി, ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മളിതുവരെ അങ്ങനെ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും നമ്മളങ്ങനെ ചെയ്തു. അങ്ങനെ എന്നിട്ടിത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഫോയിൽ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കവറാക്കി ദമ്മിടുന്ന കണക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മേലെ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് കൂടി വെച്ചാൽ ഓക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ വെച്ചില്ലായിരുന്നു. അപ്പം നമ്മളൊരു 1-1.5 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ആക്കിയത്. ഓപ്പൺ ചെയ്തപ്പോൾ അടിപൊളി മണമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. മണം മാത്രമല്ല ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.